ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. സൂറത്തുൽ ബഖറയിലെ 8-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് ഓതുമ്പോൾ പൂർണ്ണമായിട്ടും ഓതണം. വബിൽ യൗമിൽ ആഖിർ എന്ന വാക്കിൽ നിർത്തരുത് എന്നാണ് വഖഫിന്റെ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അതായത് ജനങ്ങളിൽ ചിലർ കപടവിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറയുന്നതാണ്, ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹു പറയുന്നു അവർ വിശ്വാസികളല്ല. അപ്പോൾ വബിൽ യൗമിൽ ആഖിർ എന്ന വാക്കിൽ നിർത്തുമ്പോൾ അവർ വിശ്വാസികളായിരുന്നു എന്നുള്ള ഒരു സൂചന അതിലൂടെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിർത്തരുത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിശ്വാസമില്ലായിരുന്നു എന്ന ആ വാചകത്തിലാണ് നിർത്തേണ്ടത് എന്നും പഠിപ്പിക്കുന്നു. മൻ യഖൂലു അവിടെ മണിക്കേണ്ടതാണ്. ഇദ്ഗാം ബിഗുന്ന എന്നാണ് ആ നിയമത്തിന് പറയാറുള്ളത്. അതേപോലെ വമിനന്നാസി ആമന്ന അവിടെ നൂന്റെ മേലെ ശദ്ദുണ്ട്, അവിടെ 2 ഖദർ മണിക്കേണ്ടതാണ്. വമാ ഹും ബിമുഅ്മിനീൻ അവിടെ സുക്കൂനുള്ള മീമിന്റെ ശേഷം ബാ വന്നു. തജ്വീദിന്റെ ഭാഷയിൽ ഇഖ്ഫാഉൻ ഷഫവി എന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ ഉച്ചരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ചുണ്ടുകൾ രണ്ടും പൂർണ്ണമായും അടച്ച് മൃദുലമായ രൂപത്തിൽ അടച്ചുകൊണ്ട് ഓതേണ്ടതാണ്. പൂർണ്ണമായും അടക്കണം. എന്നാൽ ചില പണ്ഡിതന്മാർ അല്പം വിടവ് വരുത്തണം എന്നും പറയാറുണ്ട്. പ്രബലമായ വീക്ഷണം പൂർണ്ണമായും അടച്ച് എന്നാൽ ബലത്തിൽ അടക്കാനും പാടില്ല എന്ന് കൂട്ടിച്ചേർക്കുന്നു. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وَمِنَ النَّاسِ مَن يَقُولُ آمَنَّا بِاللَّهِ وَبِالْيَوْمِ الْآخِرِ وَمَا هُمْ بِمُؤْمِنِينَ. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, ഇന്ന് സൂറത്തുൽ ബഖറയിലെ 8-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ആയത്ത് വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ഈ ആയത്തിലെ വാക്കാർത്ഥങ്ങൾ എന്താണ് എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. വമിനന്നാസി മനുഷ്യരിലുണ്ട്, മൻ യഖൂലു പറയുന്ന ചിലർ, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാഹി അല്ലാഹുവിൽ, വബിൽ യൗമിൽ ആഖിരി അന്ത്യദിനത്തിലും, വമാ ഹും അവരല്ല താനും ബിമുഅ്മിനീൻ വിശ്വസിച്ചവർ. അപ്പോൾ ഈ ആയത്തിന്റെ അർത്ഥം ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്, യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല എന്നതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഈ ആയത്തിന് വ്യാഖ്യാനം നൽകിയ ഇമാം ത്വബരി റഹിമഹുല്ല പറയുകയാണ്, വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ മുഴുവൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുള്ളത് ഈ വചനം മുനാഫിക്കുകളുടെ കാര്യത്തിൽ അവതരിച്ചിട്ടുള്ളതാണ് എന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ആയത്തിൽ പറയപ്പെട്ട സ്വഭാവം മുനാഫിക്കുകളുടെ സ്വഭാവമാണ് എന്ന് ഇമാം ത്വബരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് മദനി സൂറത്താണ്, മദീനയിൽ അവതരിച്ച സൂറത്താണ് എന്ന് ഉലൂമുൽ ഖുർആനിൽ നിപുണന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ തെളിവ് പിടിക്കുന്ന ഒരു കാര്യം, ഇത് മദനി സൂറത്താണ് എന്നതിന് തെളിവ് പിടിക്കുന്ന ഒരു കാര്യം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കപടവിശ്വാസികളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളായതുകൊണ്ടാണ്. കാരണം എന്താണ്? ലവാബിത്തുൽ മദനി എന്ന അഥവാ മദനി സൂറത്തുകളുടെ മാനദണ്ഡങ്ങൾ എന്ന് പണ്ഡിതന്മാർ എണ്ണിയ കൂട്ടത്തിൽ
ഈ സൂറത്തുകൾ കപടവിശ്വാസികളെ പറ്റി പരാമർശിക്കുന്നതാണ് എന്ന്. ഇതിലെ തുടർന്നുള്ള ആയത്തുകൾ സൂറത്തുൽ ബഖറയിൽ കപടവിശ്വാസികളുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് മദനി സൂറത്തുകളുടെ മാനദണ്ഡങ്ങളിൽ ഒന്നായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയാണ്. എന്താ കാരണം? ഈ മദനി സൂറത്ത് എന്ന് പറയുന്നത് മദീനയിൽ അവതരിച്ച സൂറത്തുകൾ അതിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. അവിടെ മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് പരാമർശിക്കും. അങ്ങനെ മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട പരാമർശമുള്ള മുഴുവൻ സൂറത്തുകളും ഒരെണ്ണം ഒഴിച്ച്, സൂറത്തുൽ അൻകബൂത്ത് ഒഴിച്ച് ബാക്കിയുള്ള സൂറത്തുകൾ എല്ലാം തന്നെ മുനാഫിക്കുകളെ കുറിച്ച് പരാമർശമുണ്ടോ എങ്കിൽ അത് മദനി സൂറത്തായിരിക്കുമെന്നാണ് ഉലൂമുൽ ഖുർആനുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാര്, അതിൽ അവഗാഹമുള്ള പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ സൂറത്തുൽ അങ്കബൂത്ത് അത് ഈ നിബന്ധനയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം. ഇവിടെ കപടവിശ്വാസികളുടെ ഉള്ളുകള്ളികൾ പുറത്തു കൊണ്ടുവരികയും മുസ്ലിം സമുദായത്തിൽ അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ വിവരിക്കുകയും ചെയ്യുന്ന അധ്യായങ്ങൾ മുഴുവൻ മദനി സൂറത്തുകളുടെ പ്രത്യേകതകളിൽ ഒന്നായിട്ടാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്നർത്ഥം. ഇനി നമ്മൾ ഈ ആയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്, അവർ വിശ്വാസികളല്ല എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രസ്താവന, ഈ ആയത്ത് അത് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഇമാം തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിവായത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഗ്നി അൽ മുനാഫിഖീന മിനൽ ഔസ് വൽ ഖസ്റജ് വമൻ കാന അലാ അംരിഹിം. ഔസ് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട മുനാഫിക്കുകളെയും അവരെ പോലെ ഉള്ളവരെയുമാണ്, അതായത് അവരുടെ സ്വഭാവമുള്ള ആളുകളെയുമാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണർത്തുന്നത്. മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഹൗസ് ഖസ്റജ് ഗോത്രത്തിൽ പേരെടുത്ത് തന്നെ പറഞ്ഞപ്പോൾ, അവരുടെ സ്വഭാവമുള്ള ആളുകളും അതിൽ ഉൾപ്പെടുമെന്ന് പറയുമ്പോൾ ആരാണ് ഈ ഗോത്രക്കാരെന്നും അവരിൽപ്പെട്ട മുനാഫിക്കുകളും എന്ന് കൃത്യമായി സഹോദരങ്ങളെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറയിലെ 8 മുതൽ 20 വരെയുള്ള ആയത്തുകൾ മുനാഫിക്കുകളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. നമുക്ക് ഓരോന്നും സന്ദർഭോചിതമായി അതാത് സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ കപടവിശ്വാസികളുടെ ചരിത്രത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് കപടവിശ്വാസികൾ എന്ന ഒരു വർഗത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി നമ്മൾ ചിലത് മനസ്സിലാക്കേണ്ടതുണ്ട്. കപടവിശ്വാസികൾ എന്നൊരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടം പരിശോധിച്ചാൽ അവിടെ നമുക്ക് ഈ ഒരു വർഗത്തെ കാണാൻ കഴിയുകയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു വിഭാഗം തലപൊക്കിയത്. ഒരു ശത്രു വിഭാഗമായി തന്നെ ഈ ആളുകളെ പരിഗണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുസ്ലിമുകളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കി അത് ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുകയും ശത്രുക്കളുമായി ഗൂഢാലോചന നടത്തി കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്ത ഈ ഒരു വിഭാഗം വാസ്തവത്തിൽ ഇസ്ലാമിന്റെ മുമ്പിൽ പ്രത്യക്ഷ ശത്രുവായി വരുന്നവരെക്കാളും വലിയ ആപത്താണ് ഈ മുനാഫിക്കുകൾ മൂലം നമുക്ക് ഇസ്ലാമിനുണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം മുനാഫിക്കുകളുടെ ഉള്ളിൽ തികച്ചും അവിശ്വാസമാണുള്ളത്. എന്നാൽ താൽക്കാലികമായ ലാഭങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില പ്രത്യേക പരിതസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ വക്താവായി അഭിനയിക്കുകയാണ് അവർ ചെയ്തത്. ഇവർ മുസ്ലിമുകളുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മുസ്ലിമുകളാണ് എന്ന് അഭിനയിക്കുകയും എന്നാൽ തക്കം കിട്ടുന്ന അവസരത്തിലൊക്കെ ഇസ്ലാമിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ. ഇത്തരം ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനൻ നാർ. തീർച്ചയായും മുനാഫിക്കുകൾ നരകത്തിലെ ഏറ്റവും താഴ്ന്ന പടിയിലാണ് അവരുടെ സങ്കേതമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 145-ാമത്തെ ആയത്തിൽ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സഹോദരങ്ങളെ, ഇത്തരം നിഫാഖിന്റെ ആളുകളെ, അവരുടെ കാപട്യത്തിന്റെ ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ശരിക്കും ഇവരെ കുറിച്ച് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കുകയില്ല. എന്താ കാരണം? സഹോദരങ്ങളെ, ഒരാളുടെ പുറത്തേക്ക് കാണപ്പെടുന്ന സ്വഭാവത്തിനനുസരിച്ചാണ് ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുക. അവരുടെ ഹൃദയത്തിലെ വിശ്വാസവും അവിശ്വാസവും സൂക്ഷ്മമായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കപടവിശ്വാസികളെ കുറിച്ച് കൃത്യമായി അറിയുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ കപടവിശ്വാസികളെ കുറിച്ച് വളരെ പരുഷവും കടുത്തതുമായ വാക്കുകളിലൂടെ പരിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. വളരെ ശക്തമായ താക്കീതുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അവരുടെ പല രഹസ്യങ്ങളും ഗൂഢതന്ത്രങ്ങളും ഖുർആൻ തുറന്നു കാട്ടിയിട്ടുണ്ട്. അവർ മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ചില അപകടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻകൂട്ടി അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവർ ശത്രുക്കളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി അറിഞ്ഞിട്ടും മുസ്ലിമുകളോട് പെരുമാറിയിരുന്ന പോലെ നല്ല രൂപത്തിലാണ് അവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറിയത്. എങ്കിലും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ജാഗ്രത പുലർത്തിയിരുന്നതായി ചരിത്രങ്ങളിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇവരെ തിരിച്ചറിയാനുള്ള പല ലക്ഷണങ്ങളും പരിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും സഹോദരങ്ങളെ ആ കപട വിശ്വാസികളുടെ വിശ്വാസത്തിന് ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല. സഹോദരങ്ങളെ, ഇവരുടെ നിഫാക്ക് അഥവാ കാപട്യം അതവരുടെ വിശ്വാസത്തിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വിഭാഗത്തെ പണ്ഡിതന്മാര് മുനാഫിഖു അൽ ഈമാൻ, വിശ്വാസത്തിലെ കപടന്മാരെന്ന് വിശേഷിപ്പിച്ചത്. ഇനി ഈ കാപട്യത്തിന്റെ വിഷയത്തിൽ, നിഫാഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. അവരാണ് മുനാഫിഖു അൽ അമലി വൽ അഖ്ലാഖ്, കർമ്മത്തിലും സ്വഭാവത്തിലും കാപട്യമുള്ള ആളുകൾ. ഇവർ പൂർണ്ണമായും അവിശ്വാസികളല്ല, മറിച്ച് വിശ്വാസത്തിൽ സ്ഥിരതയില്ലാത്ത, ഒരടിയുറപ്പില്ലാത്ത ദുർബല വിശ്വാസക്കാരായ ആളുകളാണ് ഇവർ. ഇത്തരം ആളുകൾ സ്വന്തം ആളുകൾക്കൊപ്പിച്ചു നിൽക്കുന്നവരാണ്. ഈ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് പുറകെ പോയി തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആജ്ഞാനിർദ്ദേശങ്ങളെ അവഗണിക്കുന്ന ആളുകളാണ് ഇവർ. ഇസ്ലാമിനെ പൊതുവിൽ നിഷേധിക്കുന്ന സ്വഭാവമുള്ളവരല്ല. എന്നാലും ചില സന്ദർഭങ്ങളിൽ ഇസ്ലാമിന്റെ എതിർകക്ഷികളോടുള്ള അനുഭാവം കാരണം, ചില പ്രത്യേക താല്പര്യം കാരണം അവരെ സഹായിക്കുവാനും അവരെ തൃപ്തിപ്പെടുത്തുവാനും വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനകളെ നിസ്സാരമാക്കുന്ന ആളുകളായിരിക്കും ഇവർ. ഇവിടെ ഈ സൂചിപ്പിച്ച ഈ രണ്ടാമത്തെ വിഭാഗം, കർമ്മത്തിലും സ്വഭാവത്തിലും കാപട്യമുള്ള ഈ വിഭാഗം, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താ? അവരെ കുറിച്ചാ പറഞ്ഞത്, ഒരാളിൽ 4 കാര്യങ്ങൾ ഉണ്ടായിരുന്നാൽ അവൻ തനി മുനാഫിക്കാകുന്നു എന്ന്. അവയിൽ ഒന്നുണ്ടായിരുന്നാൽ അത് ഉപേക്ഷിക്കുന്നത് വരേക്കും കാപട്യത്തിന്റെ ഒരു സ്വഭാവം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കുമെന്ന്. ഏതൊക്കെയാണ് സഹോദരങ്ങളെ ആ സ്വഭാവങ്ങൾ? കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശ്വസിച്ചാൽ വഞ്ചിക്കുക, വർത്തമാനം പറഞ്ഞാൽ കളവ് പറയുക, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക, പിണങ്ങിയാൽ തോന്നിയവാസം പ്രവർത്തിക്കുക. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്കിത് കാണാൻ കഴിയും. എന്നാൽ സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ പ്രവൃത്തി ദോഷം കാരണം, അവരുടെ സ്വഭാവദോഷം കാരണം മുനാഫിക്കുകളായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകുകയാണ് ഇതിലൂടെ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഈ നിഫാഖിനെ കുറിച്ച് എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇബ്നു അബി മുലൈക റഹിമഹുല്ല പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. എന്താ ഇബ്നു അബി മുലൈക റഹിമഹുല്ല പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ 30 പേരെ ഞാൻ കാണുകയുണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ തങ്ങളിൽ നിഫാഖ് വരുന്നത് ഭയപ്പെടുന്നവരായിരുന്നു എന്നാണ് ആ താബിഈ പണ്ഡിതൻ പറഞ്ഞത്. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, നിഫാഖിനെ ഭയക്കാൻ, ആ രൂപത്തിൽ ഭയക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാൻ സൗഭാഗ്യം ലഭിച്ച, ആ പ്രവാചകനിൽ നിന്ന് ദീൻ നേരിട്ട് പഠിക്കുവാൻ അവസരം ലഭിച്ച സ്വഹാബികളാ. അവരിൽ കാപട്യം വരുമോ എന്ന് അവർ ഭയന്നിരുന്നു എന്ന് പറയുന്നത്. നിഫാഖുമായി ബന്ധപ്പെട്ട ഹംദല അൽ ഉസൈലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. എന്താ സംഭവം? ഒരിക്കൽ ഹംദല റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിമധ്യേ ആ സ്വഹാബി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഓ ഹംദല, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന്. ആ സമയം ഹംദല റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹംദല മുനാഫിക്കായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒച്ച വെക്കുകയാണ്. ആ സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, സുബ്ഹാനല്ലാഹ്, എന്താണ് താങ്കൾ പറയുന്നത് എന്ന്. ആ സമയം ഹംദല റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുക, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കുമ്പോൾ സ്വർഗവും നരകങ്ങളെ കുറിച്ചൊക്കെ അവിടെ നിന്ന് പറയുമ്പോൾ അത് നേരിട്ട് കാണുന്നത് പോലെ അത് അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയാൽ, നമ്മുടെ കുടുംബവും മക്കളും അധ്വാനവും ഒക്കെയായി നമ്മൾ മുഴുകിക്കഴിഞ്ഞാൽ അതെല്ലാം ധാരാളമായി കൊണ്ട് അതൊക്കെ മറന്നു പോവുകയാണ് എന്ന് ആ സമയം ഹൻദല റളിയല്ലാഹു അൻഹു പറയുക. ഇതാണ് അദ്ദേഹത്തിന് ഭയം വന്നത്. ഞാൻ കപടവിശ്വാസിയായി പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഭയന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ധൃതിയിൽ ഓടിച്ചെല്ലുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ എന്താ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതികരിക്കുന്നത്? എനിക്കും ഇതേ അവസ്ഥയുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ. അദ്ദേഹം ഭയപ്പെടുക. ആരാ സഹോദരങ്ങളെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ഈ ഉമ്മത്തിൽപ്പെട്ട ഒന്നാമത്തെ വ്യക്തിത്വമാണ് അദ്ദേഹം. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, സ്വഹാബികളിൽ ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുന്ന വ്യക്തി. അതുപോലെ തന്നെ മലക്കുകൾ കുളിപ്പിച്ച ഹൻദല റളിയല്ലാഹു അൻഹു. രണ്ട് സ്വഹാബികളും ശ്രേഷ്ഠരായ സ്വഹാബികളാ. അവരാണ് നിഫാഖ് ഭയന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ രണ്ടാളുകളും ഭയന്നുകൊണ്ട് ചെല്ലുകയാ. എന്നിട്ട് ഹൻദല റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നാഫഖ ഹൻദല, ഹൻദല ഇതാ മുനാഫിക്കായിരിക്കുന്നു പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സങ്കടപ്പെടുകയാണ്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരം അന്വേഷിക്കുകയാണ്. എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ഹൻദല റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുക, പ്രവാചകരെ, ഞങ്ങൾ അങ്ങയോടൊപ്പം ഇരിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തരുമ്പോൾ ഞങ്ങൾ നേരിട്ട് അത് കാണുന്നത് പോലെ പറഞ്ഞു തരും. പിന്നീട് ഞങ്ങൾ അങ്ങയുടെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിന്റെയും മക്കളുടെയും സമ്പാദ്യത്തിന്റെയും ഒക്കെ അടുക്കലേക്ക് പോയി അങ്ങനെ അത്തരം വിഷയങ്ങളിൽ വ്യാപൃതരായി കഴിഞ്ഞാൽ ധാരാളമായി കൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ മറന്നു പോവുകയാണ് എന്ന് ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബികളെ സമാധാനിപ്പിക്കുകയാണ്. സമാധാനിപ്പിച്ചതിന് ശേഷം ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഹൻദലയോട് പറയുന്നുണ്ട്, ഇതിനും അതിനുമൊക്കെ ഓരോ സമയമുണ്ട് ഹൻദല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞു. അതങ്ങനെയാണ് ഈമാൻ കൂടുകയും ഈമാൻ കുറയുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാവുമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാർ സഹോദരങ്ങളെ ഈ ചരിത്രം കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും. നിഫാക്കിനെ ഭയന്ന സ്വഹാബികൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമുക്ക് ആ രൂപത്തിൽ നമ്മളിൽ കാപട്യമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെങ്കിലും നമ്മളുടെ ഹൃദയങ്ങൾ ആ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഹൃദയങ്ങൾ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം വിചിന്തനം നടത്തേണ്ട വിഷയമാണ് സഹോദരങ്ങളെ. മുനാഫിക്കുകളുടെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത് ഗൗരവപൂർവ്വം ആ വിഷയത്തെ കാണുകയും അത്തരം അപകടകരമായ അവസ്ഥ തങ്ങളിൽ ഉണ്ടാകരുതേ എന്ന് ശഠിക്കുകയും ചെയ്തവരാണ് സ്വഹാബികൾ. അതുകൊണ്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ധൃതിയിൽ നടന്നു പോയതും ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തത്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം വളരെ ഗൗരവമായിട്ട് എടുത്തു. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ആ വിശ്വാസം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം കപടവിശ്വാസികളുടെ സ്വഭാവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞത് നമ്മളിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്യേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണ് എന്നും ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് എന്നും ഇതൊക്കെ വ്യക്തമായി കൊണ്ട് ചരിത്ര സഹിതം ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നു വരുന്ന ആയത്തുകളിലൂടെ പഠിക്കാം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.